എന്താണ് അപ്പൊ ഒരു വട്ടമെങ്കിലും എന്നോട് ആരെങ്കിലും ചോദിച്ച് നീ വരണം, ആ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് പ്രയാസങ്ങൾ വരും. അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ നിങ്ങളിത് ചെയ്യണത് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം അമ്മ അന്ന് എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, ഇപ്പം നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് ഒരു ഡാൻസർ എന്ന് കേൾക്കാനാണോ? നീ എന്തിന് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഡാൻസർ ഇട്ട് മാറ്റി? ഞാൻ എങ്ങനെ ഇനി എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം അമ്മയുടെ മനസ്സിൽ അത് ഇങ്ങനെ ഒരു ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചെയ്യുന്നത് അത്രയും മാത്രം അമ്മയ്ക്ക് ഹേർട്ടാവാൻ, അതാണ് എനിക്ക് അമ്മനോട് ചോദിക്കുക. എനിക്ക് അന്നത് ഒരുപാട് വിഷമമായി അമ്മ അത് പറഞ്ഞത്. അതെനിക്ക് പ്രൊഫൈലിനെ പറ്റി ചിന്ത അതിൽ അപ്പൊ അമ്മയ്ക്ക് ഞാനൊരു എഞ്ചിനീയർ എന്ന് കേൾക്കുന്നതാണ് ഇഷ്ടം. ഒരു ഡാൻസർ പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ ആർട്ട് രീതിയിൽ പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണ്. അത് ഒരു വശത്തൂടെ അത് നടക്കണം, മറ്റതും വേണം. അയ്യോടാ, അത് എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞ കറക്റ്റാണ്. ജോലിയും വെക്കുക, ഇതും ചെയ്യാം. പക്ഷെ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു ഏത് സൈഡാണ് പോകേണ്ടതെന്ന് നമുക്ക് എപ്പോഴും ഒരു പ്രതിസന്ധി നമുക്ക് ജീവിതം എപ്പോഴും തരും. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വിദ്യ. ശരിക്കും ഈ പ്രാവശ്യം ഞാൻ തിരിച്ച് ഓസ്ട്രേലിയയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ലീവിന് അപ്ലൈ ചെയ്തപ്പം എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ലീവാണ്. അപ്പം അവർ തന്നില്ല. ഓൾറെഡി ഞാൻ 3 months നാട്ടിലായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ ഇത് എനിക്ക് റെസിഗ്നേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പം എനിക്കും ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാവർക്കും ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എനിക്കത് കളയണമെന്നോ അല്ലെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ കരിയർ അത് ക്വിറ്റ് ചെയ്യുന്നല്ല, എനിക്ക് പ്രോഗ്രാമിന് വരണം. അതുകൊണ്ട് എനിക്ക് അത് ആ ഒരു ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. നല്ല കോൺഫിഡൻ്റ് ഉണ്ട് എനിക്ക് വേറെ ജോലി കിട്ടും. ഇപ്പം എൻ്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം കണ്ട്, ഓക്കെ നിനക്ക് അത്രയും അത് ഇഷ്ടമാണെങ്കിൽ എന്നാൽ ശരി, നീ ആ ഡിസിഷൻ എടുക്ക്, നമുക്ക് സ്റ്റിൽ നീ ജോലി നോക്കിയാൽ മതി. അങ്ങനെ ഒരു കമൻ്റാണ് ഞാൻ എല്ലാവരെയും ഒന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പം അമ്മ ഒരു കാര്യം ചെയ്യൂ, എന്തായാലും ഇത്രയും നന്നായി പഠിച്ചു, ജോലിയൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു, ഇത്രയും പ്രായമായല്ലോ, വിട്ടേക്ക്, ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇനിയിപ്പോ അതേ പറ്റൂ. അതല്ല, അമ്മ ഒരു പ്രോമിസ് നമ്മുടെ വിദ്യക്ക് കൊടുത്തോളൂ. ഉണ്ടാവും. അയ്യോടാ, ഉണ്ടാവും.